ഹലോ ഡിയേഴ്സ്, അങ്ങനെ വീണ്ടും കുറച്ച് അധികം കേക്കിൻ്റെ വർക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. നമുക്ക് എല്ലാ തരത്തിലുള്ള കേക്കും ഉണ്ട്. വെഡ്ഡിങ്ങിൻ്റെ, എൻഗേജ്മെൻറ്റിൻ്റെ, ഹോളി കമ്മ്യൂണിയൻ, എല്ലാ തരത്തിലുള്ള കേക്കും ഉണ്ട് കേട്ടോ. ബർത്ത്ഡേ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടേബിൾ സെറ്റിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാ തരം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ തലേ ദിവസമാണ് നമ്മൾ ബേക്കിങ്ങൊക്കെ എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് നൈറ്റ് ക്രം കോട്ട് ചെയ്യുവാണ്. ഒരു എല്ലാം ഞാൻ ചെയ്ത്, അതായത് ബേക്കിങ്ങൊക്കെ എല്ലാം വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ ചെയ്തിട്ട് ഒരു 10 മണി, 11 മണി, 12 മണി ആ ഒരു ഗ്യാപ്പിൽ എപ്പോഴോ ആണ് ഞാനിത് ചെയ്യുന്നത്. കിടന്നപ്പോഴേക്കും നന്നായിട്ട് വൈകി, കാരണം കുറച്ച് ഫോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാക്കി പിന്നെ എല്ലാം ഫിനിഷ് ചെയ്തൊക്കെ കിടന്നപ്പോഴേക്കും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അത് മിക്കപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ചിലപ്പോൾ നമുക്കിതുപോലെ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഉറങ്ങാറേ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ദിവസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമ്മളുടെ ഫ്രിഡ്ജിൽ കൊള്ളുന്ന കേക്ക്സ് എല്ലാം ഒന്ന് രാവിലെ പോകേണ്ടതെല്ലാം ഒന്ന് റെഡിയാക്കി കേട്ടോ. എന്നിട്ട് അതെല്ലാം വെക്കുവാണ്. നമുക്കൊരു പ്ലാനിങ് ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു 2 ടയർ കേക്കാണ്. ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇത് മാഷ ആൻഡ് ബിയർ തീമിലെ കേക്കായിരുന്നു. നമുക്ക് ഈ കസ്റ്റമർ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാഷ ആൻഡ് ബിയർ തീമിലെ കേക്ക് വേണം, പിന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സിൻ്റെ കളർ അയച്ചു തന്നു കേട്ടോ. അതാണ് ഈ ഒരു പർപ്പിളും ഓറഞ്ചും വരുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ മാഷ ആൻഡ് ബിയർ തീമും ഈ പർപ്പിളും ഓറഞ്ചും കൂടി എങ്ങനെ ഒന്ന് റെഡിയായി പോകുമെന്ന്. പിന്നെ ഞാൻ ഓർത്തു, ഇപ്പോൾ എന്താണെങ്കിലും കേക്കിലത്തെ എന്ത് ട്രെൻഡാണെങ്കിലും നമ്മൾ റെഡിയാക്കുന്നതല്ലേ, അപ്പോൾ അങ്ങോട്ട് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അതങ്ങനെ ചേർന്ന് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു തീമിൽ കളറിൽ അങ്ങനെ റെഡിയാക്കിയിട്ട് പിന്നെ നമ്മളുടെ മാഷ തീമിലുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡിസൈനൊന്നും എൻ്റെ തലയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ കിട്ടിയ കുറച്ച് പ്രിൻറ്റുകൾ എടുത്തു. എന്നിട്ട് എനിക്ക് തോന്നിയ ആ ഒരു അറേഞ്ച്മെൻറ്റ്സാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരിടത്തും കണ്ടതോ ഒന്നുമല്ല, എൻ്റെ തലയിൽ തോന്നിയ ഒരു ഐഡിയയാണ്. അപ്പോൾ ഞാൻ അത് അനുസരിച്ച് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് പുള്ളിക്കാരി. അപ്പോൾ നമ്മളുടെ നിന്നാണ് എപ്പോഴും കേക്ക് വാങ്ങിക്കുന്നത്. അതങ്ങനെ സെറ്റാക്കി. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഡമ്മി കേക്കാണ് കേട്ടോ. അതിൻ്റെ ബോട്ടം പോർഷനിൽ ഡമ്മിയാണ്, ടോപ്പിൽ മാത്രമാണ് കേക്ക് വരുന്നത്. അപ്പോൾ ഇതും കുറച്ച് ദൂരേക്ക് പോകേണ്ടതായിരുന്നു. അപ്പോൾ നമ്മളിത് നന്നായിട്ട് സെറ്റാക്കിയാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. 2 വീലറിനാണ് പോകുന്നത്. നമ്മുടെ എല്ലാ കേക്ക്സും 2 വീലർ ഡെലിവറിയാണ്. അപ്പോൾ 2 വീലറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ കേക്ക് പോകുന്നത് കേട്ടോ. സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു റെഡ് തീമായെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓർക്കാതെയാണ് ആദ്യം ആ ഒരു ഫ്ലവർ വെച്ച് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് റെഡ് കളറിൽ ഫ്ലവേഴ്സും ഗോൾഡൻ കളറിൽ ലീവ്സും ഒക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ടോപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വെക്കാൻ മറന്നുപോയി. ഞാൻ ടോപ്പർ കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൾ നമുക്ക് തലേ ദിവസമാണ് ഓർഡർ തരുന്നത്. പുള്ളിക്കാരൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോം ബേക്കർ ഉണ്ട് കേട്ടോ. ഞാൻ കേക്ക് ഡെലിവറി ചെയ്യാൻ പോയപ്പോഴേക്കും അവിടെ കേക്കിൻ്റെ ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു കേട്ടോ, ഞാനൊരു കുറച്ച് ദൂരെയാണ്, അവരുടെ വീട്ടിൽ നിന്നൊരു 10-15 കിലോമീറ്റർ അകലെയാണ്. എന്നാലും നമുക്ക് മുടങ്ങാതെ ആ മോളുടെ ബർത്ത്ഡേക്ക് കേക്ക് തരും കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു, ഇങ്ങനെ നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ കാണുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ ആ കേക്ക് റെഡിയാക്കി. ഇത് അവർ നമുക്കൊരു ഡിസൈൻ തന്നിട്ട് മോളുടെ ഡ്രസ്സിൻ്റെ കളറ് ഈ ഒരു നമ്മളുടെ ബോട്ടം പോർഷനിൽ വന്നിരിക്കുന്ന കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് കിട്ടാനായിട്ട് ഞാൻ നമ്മളുടെ എന്തായിരുന്നു ആ കളറ്, ഞാൻ മറന്നുപോയല്ലോ, ഫ്യൂഷിയാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ആ ഒരു ഫോണ്ടൻറ്റിൽ നമ്മൾ കുറച്ച് ഫ്യൂഷിയയും കുറച്ച് റെഡും കൊടുത്തിട്ട് ആ ഒരു കളറ് കിട്ടി. പിന്നെ ബട്ടർഫ്ലൈസൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്തതാണ്. പിന്നെ അടുത്ത കേക്ക് ഒരു ഹോളി കമ്മ്യൂണിയൻ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിൽ സ്റ്റെൻസിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു.
കസ്റ്റമർ തന്നത് ഈ സ്റ്റെൻസിൽ വർക്ക് ഇല്ലാതെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഡിസൈനാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്റ്റെൻസിൽ വർക്ക് ഞാനായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് നേരത്തെ റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം കേക്കിൽ സ്റ്റെൻസിൽ വർക്ക് ചെയ്താൽ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നമ്മൾ ഈ ഒരു സ്റ്റെൻസിൽ ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്കും ആ ഭാഗത്തുള്ള ആ ഒരു ക്രീം ഫുൾ ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡിയാക്കി ആ ഒരു സ്റ്റെൻസിൽ വർക്കൊക്കെ ചെയ്തിട്ട് ഇതിങ്ങനെ എടുത്തു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാകുമെന്ന്. പക്ഷേ അത്യാവശ്യം വലിയ പ്രോബ്ലമൊന്നും ഇല്ലാതെ, ഒരുപാട് ബോറൊന്നും അല്ലാതെ അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു രീതിക്ക് തന്നെ കിട്ടി കേട്ടോ. പിന്നെ ബാക്കി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ഫ്ലവർ തന്നെ കുറച്ച് കളേഴ്സിൽ ഞാൻ ഈ ഒരു ടൈമിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും ഉപകാരപ്പെട്ടു. പിന്നെ ഇതിലും ഗോൾഡൻ കളറിലെ ആ ഒരു ലീഫും കാര്യങ്ങളും ഗ്രീൻ ലീഫും കാര്യങ്ങളും ഒക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ക്രോസ്, ഹോളി കമ്മ്യൂണിയുടെ ടോപ്പർ, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു കേക്കാണ്. അപ്പോൾ അവരത് ആ ഡിസൈൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിലും നമ്മളുടെ ടേബിൾ സെറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊരുപാട് ലോങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനും പോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഇത് ചെയ്ത് ഇത്രയും വീഡിയോസ് എൻ്റെ കയ്യിലുള്ളൂ. ഇത് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു ടേബിൾ സെറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ അടുത്ത കേക്ക് വന്നിട്ട് അതും ഒരു ഹോളി കമ്മ്യൂണിയൻ കേക്ക് തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പറാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഞാൻ അവർക്ക് ഒരു കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, സെയിം ടോപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതും ഇപ്പം ഈ ചെയ്ത കേക്കും ഇതിന് മുന്നേ ചെയ്ത കേക്കും 1.5 kg ടോൾ കേക്കാണ്. അപ്പോൾ അവർ ആ സെയിം കേക്ക് തന്നെ ഇപ്രാവശ്യം മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ കേക്ക് അയച്ചു തന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിൽ ഫുള്ളായിട്ട് നമ്മളുടെ ജിപ്സം ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു ഡിസൈനായിരുന്നു കേട്ടോ. ഞാൻ നാടായ നാട് മുഴുവൻ അന്വേഷിച്ചിട്ടും ജിപ്സം എനിക്ക് കിട്ടുന്നില്ല. കിട്ടിയതാണെങ്കിൽ വളരെ വാടി കരിഞ്ഞൊരു ജിപ്സം ഫ്ലവർ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഒരുപാട് ഹസ്ബൻഡ് പോയി ഒരുപാട് ദൂരെയൊക്കെ പോയി അന്വേഷിച്ചിട്ടും ആ ഫ്ലവർ ഇല്ല. പിന്നെ ഞാൻ അവരോട് ചോദിക്കാതെ റെഡിയാക്കി കൊടുത്തൊരു ഡിസൈനാണ്. ലാസ്റ്റ് ടൈമായിരുന്നു ഈ ഒരു ഡിസൈൻ ആക്കിയത്. കാരണം ലാസ്റ്റ് ടൈം വരെ ആ ഫ്ലവർ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അപ്പോൾ തോന്നിയൊരു ഡിസൈൻ റെഡിയാക്കി കൊടുത്തതാണ്. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് അതൊരു ടേബിൾ സെറ്റിങ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു കേട്ടോ. അതും 1.5 kg തന്നെയാണ്. നമ്മൾ കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് ചെയ്തതാണ്. കാരണം ഇതിൻ്റെ ടോപ്പിലൊരു കുറച്ച് വെയിറ്റ് ഉള്ളൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് ആ ഒരു റൗണ്ട് കുറച്ച് കൂട്ടി റെഡിയാക്കിയതാണ്. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വീഡിയോഗ്രാഫർ എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മാത്രമേ വീഡിയോ ഉള്ളൂ. കാരണം ഇതിപ്പോൾ ഞാൻ നല്ല ടെൻഷനിൽ നിൽക്കുവാണ്. ഞാനിത് ഇങ്ങനെ ഇറക്കിയത് നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത ഒരു സ്ട്രോ ഉണ്ടല്ലോ, ആ സ്ട്രോയിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇറങ്ങിപ്പോയില്ല. അപ്പോൾ ഞാനും ആകെ ടെൻഷനിലാണ്. അപ്പോൾ എൻ്റെ ഇത് കണ്ടിട്ട് പുള്ളിയും കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഏകദേശം കിട്ടിയത് ഞാൻ ഇങ്ങോട്ട് ഇട്ടതാണ്. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ടിൽ കുറച്ച് ആ ഒരു സ്റ്റാറും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വിധത്തിൽ സെറ്റാക്കി എടുത്തു. ഒന്ന് പൊക്കിയും പിടിച്ചുമൊക്കെ അതിനെ ലുക്ക് അങ്ങോട്ട് സെറ്റാക്കി എടുത്തു. പിന്നെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല, ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സിമ്പിളാണ്, പക്ഷേ ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചു എന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്ത് നമ്മളുടെ കേക്ക് വന്നിട്ട് 1 kg സ്പാനിഷ് ഡിലൈറ്റ് കേക്കായിരുന്നു. ഈ കേക്കിൽ നമ്മളുടെ ചോക്ലേറ്റ് ഓവർലോഡിനൊരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു കേക്കാണ്. അപ്പോൾ കുറച്ച് റിച്ചായിട്ട് നമ്മൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു ചോക്ലേറ്റ് ഓവർലോഡിൻ്റെ ആ ഒരു ഡിസൈൻ വെച്ചിട്ട് 1 kg ഒരു സ്പാനിഷ് ഡിലൈറ്റ് റെഡിയാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് വൈറ്റ് ക്രീം കൊടുത്തു, എന്നിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ ഡ്രിപ്സ് ആക്കി
അപ്പോൾ നിങ്ങൾ നമ്മൾ ഇത് ചെയ്തപ്പോഴേക്കും നിങ്ങൾക്ക് ആദ്യം ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ കണ്ടപ്പോഴേക്കും സംഗതി മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ആ ഒരു ചൂടിൻ്റെ ആ ഒരു എന്താ പറയുക മൂർധന്യ അവസ്ഥ എന്നൊക്കെ പറയുന്നത് കേട്ടോ. നല്ല ചൂടാണ്. ക്രീമും എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഞാൻ ഫിയോണയാണ് യൂസ് ചെയ്യുന്നത്. ഫിയോണ ആയതുകൊണ്ടാറ്റേന്ന് തോന്നുന്നത് എനിക്ക് ഇത്രയും പിന്നെയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ക്രീംസൊക്കെ കുറച്ചുകൂടെ മെൽറ്റിംഗ് പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ബാക്കി ബേക്കേഴ്സ് ഫ്രണ്ടൊക്കെ വഴി ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തു. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും കാര്യങ്ങളും, ഗോൾഡൻ ഹാർട്ട്സ്, പിന്നെ നെയ്മ്, ജസ്റ്റ് ആ നെയ്മ് മാത്രം, പിന്നെ ആ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ചിട്ട് അതിൻ്റെ ലുക്കും കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മളുടെ അടുത്ത കേക്ക് വന്നിട്ട് ഒരു വെഡ്ഡിങ് കേക്കോ എൻഗേജ്മെൻറ്റ് കേക്കോ ആണ്. 1 kg കേക്കാണ് കേട്ടോ. 1 kg കുറച്ച് ടോളായിട്ട് ചെയ്ത കേക്കാണ്. അപ്പോൾ ഇതും ഇതിനടുത്ത കേക്കും ഒരേ ഇവൻറ്റുകാർ തന്നെ തന്ന കേക്കാണ്. ഏകദേശം ഒരേ ടൈമിൽ തന്നെ വെക്കേണ്ടതുമാണ്. നല്ല ഡിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ട്രപ്പീസ് കളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. എത്തിക്കുക വയ്ക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മളെല്ലാം ഡെലിവറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ടെൻഷൻ പിടിച്ച പാർട്ടും ഈ ഡെലിവറിയാണ് കേട്ടോ. കറക്റ്റ് സമയത്തിന് അത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് ഏറ്റവും ടെൻഷൻ വരുന്നത്. അപ്പോൾ ഇവർക്കാകെ ഒരു പർപ്പിൾ കളറ് വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടം പോർഷനിൽ പർപ്പിൾ കളർ കൊടുത്തു. ഒരു സിംഗിൾ ഫ്ലവർ, ഒരു പിയോണി ഫ്ലവർ സിംഗിൾ ആ ഒരു ഫ്ലവറിനെ അങ്ങോട്ട് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഡ്രിപ്സും ഒരു ഗോൾഡൻ ബോൾസും പിന്നെ നമ്മളുടെ ഒരു ടോപ്പറും മാത്രം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മളുടെ അടുത്ത കേക്ക് വന്നിട്ട് 1 kg ഒരു കേക്ക്. ഹൈറ്റ് ഇല്ലാത്തതും ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ഹൈറ്റ് വരുമ്പോഴേക്കും നമുക്കൊരു എക്സ്ട്രാ ചാർജ് ഉണ്ട് കേട്ടോ. ഹൈറ്റ് ഇല്ലാത്തപ്പോഴേക്കും അത്രയും റേറ്റ് നമുക്ക് കുറവായിരിക്കും. അപ്പോൾ അതാണ് ആ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഹൈറ്റ് ഇല്ലാത്തതിന് കുറച്ചുകൂടെ വലിപ്പം, ആ ഒരു വട്ടം കുറച്ച് കൂടുതലായിരിക്കും. മറ്റേത് കുറച്ച് ഇങ്ങനെ ടോളായിട്ട് നിൽക്കുന്നത് വട്ടം കുറവായിരിക്കും. അപ്പോൾ ഇത് ഒരു ടോപ്പറും സിംഗിൾ ഫ്ലവറൊക്കെ വെച്ചിട്ട് അത് റെഡിയാക്കി. പിന്നെ അടുത്ത കേക്ക് ഇതൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കായിരുന്നു. അപ്പോൾ അവർക്ക് പിങ്ക് കളർ വേണം എന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കപ്പ് കേക്ക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് തിരക്കാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഓൺ ചെയ്തിങ്ങനെ വെച്ചാൽ നമുക്ക് കുറച്ച് സ്ഥലപരിമിതി ഉണ്ട് എല്ലാം എടുക്കാനും വയ്ക്കാനും. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോൻ്റെ ആ ഒരു ഫോണൊക്കെ മാറ്റിയിട്ട് പിന്നെ നമ്മളുടെ അവിടെ തന്നെയാണ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിങ്ങനെ മാറ്റിയും പിടിച്ചൊക്കെ വരുമ്പോഴേക്കും കുറേയൊക്കെ മിസ്സാകും. അപ്പോൾ അതാണ് സംഭവം കേട്ടോ. അപ്പോൾ പിങ്ക് കളർ അവർ പുറത്ത് കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തു. ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ഒരു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ആ ഒരു കളർ കൊണ്ട് തന്നെ നെയിമും കൊടുത്തിട്ട് അതിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു കേക്കാണ് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു ഡിസൈൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ഫർ ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഇതൊക്കെ എല്ലാം പയ്യെ മാറ്റാം കേട്ടോ. അതൊക്കെ എല്ലാം ഓരോന്നൊക്കെ ആയിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പയ്യെ മാറ്റാം. എന്തായാലും നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ തള്ളിക്കളയാറൊന്നുമില്ല കേട്ടോ. ഞാൻ എടുക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, ഓരോ സമയത്തും ഓരോരോ ഇതാണല്ലോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അധികം ആയിട്ടില്ല. ഇപ്പോൾ ആ ഒരു റെഡ് കളർ ഇതൊക്കെ ശരിക്കും കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടുണ്ട്. ഇത് 2 കേക്കുകളും ഹോളി കമ്മ്യൂണിയൻ കേക്ക്സ് ആയിരുന്നു. അതും ഏകദേശം ഒരേ ഒരു ഇതിൽ ചെയ്തതാണ്. ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഫ്ലവർ തന്നെ വെച്ചിട്ട് അങ്ങോട്ട് റെഡിയാക്കിയതാണ്. പ്രത്യേകിച്ച് അതിനൊന്നും പറയാനില്ല. നമ്മളെപ്പോഴും ചെയ്യുന്ന ആ ഒരു മോഡലൊക്കെ തന്നെ. പിന്നെ ഈ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇതിൽ സൂപ്പർ ഹീറോ തീം ആണെങ്കിലും അവർ കളറൊന്നും ആഡ് ചെയ്യേണ്ട, കേക്കിൽ കളറൊന്നും ആഡ് ചെയ്യേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ആ ഒരു ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ആ ഒരു പുറത്തുള്ള ആ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ആ ചോക്ലേറ്റ് അങ്ങനെ ചിരണ്ടിയിട്ട് കൊടുത്തിട്ടോ. കാരണം മിക്ക കേക്ക്സിനും നമ്മൾ ഇങ്ങനെ ഡിസൈനൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ കാലമായി ചെയ്തിട്ട്. അപ്പോൾ അതങ്ങനെ ചോക്ലേറ്റ് ടോപ്പിൽ നന്നായി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഫോണ്ടൻറ്റിൻ്റെ നെയിം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെയിം വെച്ച് കൊടുത്തു.
അങ്ങനെ സിമ്പിളായിട്ട് അതിൻ്റെ ലുക്കും കൂടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ശരിക്കും നല്ല ഹാർഡ് വർക്കിംഗ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ഒരു കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു പോകുമെങ്കിലും കുറേ സമയം നമ്മൾ 2 ദിവസമൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഒരു രാത്രി മുതൽ പിറ്റേ ഒരു വൈകിട്ട് വരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ അതെന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക, സിയാസ് കേക്ക് വേൾഡ്. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം കേട്ടോ. തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.